നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിസാൻ ഇന്ത്യയിൽ 2-3 വർഷമായിട്ട് ഒരേ ഒരു മോഡലുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നൈറ്റ് എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേര്. മാഗ്നൈറ്റ് ഒരു വിജയം ആയില്ലായിരുന്നെങ്കിൽ നിസാൻ്റെ ഇന്ത്യയിലെ അവസ്ഥ കട്ടപ്പുക ആകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ദൈവം കൈവിട്ടില്ല. ജാപ്പനീസ് ദൈവങ്ങളും ഇന്ത്യൻ ദൈവങ്ങളും ഒരുമിച്ച് സഹായിച്ച് മാഗ്നൈറ്റ് വമ്പൻ വിജയമായി. എന്തായാലും ആ ഒരു വിജയത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പുതിയ മോഡലുകൾ ഇന്ത്യയിൽ എത്തിക്കാനാണ് നിസാൻ്റെ നീക്കം. 2-3 മോഡലുകൾ അടുത്ത കാലത്ത് നമ്മളേക്ക് കൊണ്ടുപോയി കാണിച്ചിരുന്നു. അതിൽ ഒന്ന് ജൂക്ക് എന്ന ചെറിയ ഒരു SUV ആണ്, വളരെ മനോഹരമായ ഒരു SUV ആണ്. മറ്റൊന്ന് എക്സ്ട്രെയിൽ എന്ന നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലാണ്. ഇനി എന്നുള്ളത് പട്രോളാണ്, നിസാൻ പട്രോളാണ്. നമുക്കറിയാവുന്ന പോലെ ടൊയോട്ട ലാൻഡ് ക്രൂസർ എന്ന മോഡലിൻ്റെ മേധാവിത്വത്തെ തകർത്തെറിഞ്ഞ ഒരു ഉഗ്രൻ മോഡലാണ് പട്രോൾ. അങ്ങനെ പല മോഡലുകളാണ് ഇനി 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ എത്താൻ പോകുന്നത്. എന്തായാലും ആദ്യത്തെ മോഡൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. അതിൻ്റെ പേര് എക്സ്ട്രെയിൽ എന്നാണ്. എക്സ്ട്രെയിലിൻ്റെ മീഡിയ ഡ്രൈവ് നടന്നതാണ് കുറച്ചു കാലം മുമ്പ്. പക്ഷേ അന്നും പതിവ് പോലെ ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ എക്സ്ട്രെയിൽ നമ്മുടെ കിട്ടിയിരിക്കുകയാണ്. എക്സ്ട്രെയിൽ വിദേശ രാജ്യങ്ങളിൽ, അതായത് ഗൾഫിലായാലും അതുപോലെ തന്നെ ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്ക് സുപരിചിതമായൊരു മോഡലാണ്. 2000 തൊട്ട്, അതായത് 24 വർഷമായിട്ട് നിസാൻ്റെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലുകളിലൊന്നാണ് എക്സ്ട്രെയിൽ എന്നാണ് പറയേണ്ടത്. എന്തായാലും നമുക്കൊരു പുതിയ മോഡലാണ് ഇതെന്ന് പറയാനാവില്ല. കാരണം ഇന്ത്യയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എക്സ്ട്രെയിൽ, അതായത് നിസാൻ ഇന്ത്യയിൽ കാല് കുത്തിയ ഉടൻ തന്നെ നമ്മുടെ നാട്ടിലും എക്സ്ട്രെയിൽ കൊണ്ടുവന്നിരുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ, 2 ജനറേഷൻ മോഡലുകളാണ് ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം കാര്യമായ മാറ്റങ്ങളോടുകൂടിയ 3rd ജനറേഷൻ വന്നപ്പോൾ അത് ഇന്ത്യയിൽ എത്തിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന 4th ജനറേഷൻ നിസാൻ എക്സ്ട്രെയിലാണ്. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ഏറ്റവും പുതിയൊരു പവർ ട്രെയിൻ വെളിയിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരു ഉഗ്രൻ സ്ട്രോങ് ഹൈബ്രിഡാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് അല്ല, ഇതൊരു പെട്രോൾ എഞ്ചിൻ മോഡലാണ്. പ്രത്യേകത ഇതിന് 3 നിര സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. 3-ാം നിര സീറ്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ കുട്ടികൾക്കാണ് പറ്റുന്നത്. എങ്കിൽ പോലും ഒരു വലിയ SUV ആണത്. അതായത് 3rd റോ സീറ്റ് പോലുമുള്ള ഒരു വലിയ SUV എന്നാണ് പറയേണ്ടത്. അപ്പോൾ കാഴ്ചയിൽ വളരെ മനോഹരമായ മോഡലാണ്. തന്നെ അത് ഓടിക്കാൻ അങ്ങേയറ്റം രസകരമാണ്. കാരണം ഇതിൻ്റെ CVT ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, നിസാൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ CVT ട്രാൻസ്മിഷനാണ് ഏറ്റവും ഗംഭീരമായ ഒരു ട്രാൻസ്മിഷൻ നിസാൻ്റെ കയ്യിലുള്ളത്. അത് നിസാൻ മൈക്ര പോലുള്ള ചെറിയ വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ളവർക്ക് പോലും അറിയാൻ സാധിക്കും. അത് ആ ഒരു ട്രാൻസ്മിഷനിലുണ്ട്. അതായത് CVT ട്രാൻസ്മിഷനും മോശമല്ലാത്ത എഞ്ചിനുമുള്ള ഏറ്റവും പുതിയ എക്സ്ട്രെയിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ബൈജു നായർ എന്ന സുന്ദരനായ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4680 മില്ലിമീറ്റർ നീളവും 2705 മില്ലിമീറ്റർ വീൽ ബേസുമുള്ള ഒരു വലിയ വാഹനമാണിത്. കാഴ്ചയിൽ തന്നെ അറിയാമല്ലോ, വളരെ നീളമുള്ള വാഹനമാണ്. 3-ാം നിര സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് ഒരു SUVക്കും ഇല്ലാത്ത പോലെ 20 ഇഞ്ച് ടയേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു വാഹനമാണെന്നാണ് പറയേണ്ടത്. ഇനി അതും പോരെങ്കിൽ 210 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു ഇന്ത്യ സ്പെക്കായിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ജപ്പാനിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത വാഹനമാണെന്നുള്ളതാണ്. CBU ആയിട്ടാണ് ഈ വാഹനം വരുന്നത്. CBU ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വില വളരെ കൂടും എന്നുള്ളതാണ്. കാരണം പൂർണ്ണമായിട്ട് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇന്ത്യയിലെ എക്സൈസ് ഡ്യൂട്ടി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഏകദേശം 50 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുണ്ട്. ഇനി എന്തെങ്കിലും ബാർഗൈനിങ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സാധാരണ നിലയിൽ 50 ലക്ഷം രൂപയോളം ഇതിൻ്റെ എക്സ്ഷോറൂം വിലയുണ്ട്. എന്ന് പറയുമ്പോൾ ഓൺ റോഡ് 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനമാണിത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വില കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടുതലാണ്. പക്ഷേ നിസാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയെ പറ്റി അറിയാവുന്ന, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരവും ഇതിൻ്റെ CVT ട്രാൻസ്മിഷനും അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവർക്ക് ഒരു പക്ഷേ ഈ വാഹനം തന്നെ വേണം എന്ന് തോന്നിയേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ സെഗ്മെൻറ്റിൽ ഇതുമായിട്ട് മത്സരിക്കുന്നത് സ്കോഡ കോഡിയാക്കൊക്കെ പോലെയുള്ള നന്നായി വിറ്റ് പോകുന്ന മോഡലുകളുണ്ട്. എന്നിട്ടും അതൊക്കെ മാറ്റി നിർത്തി ഈ വാഹനം വാങ്ങിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിസാൻ്റെ എന്താ പറയുക ലോയൽ കസ്റ്റമേഴ്സിനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൂർണ്ണമായും നിസാൻ്റെ മുൻഭാഗം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ മുൻഭാഗം കാണുമ്പോൾ, അതായത് നിസാൻ്റെ സ്ഥിരമായി കാണുന്ന ഈ ഒരു വലിയ എന്താ പറയുക ബോൾഡായിട്ടുള്ള ഒരു ലൈൻ, അതൊരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം, അതിന് നടുവിൽ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ല്, അതിൽ നിസാൻ്റെ വലിയ ലോഗോ. ഇത്രയും കാണുമ്പോൾ തന്നെ ഈ ഒരു ചിരിക്കുന്ന മുഖം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും നിസാൻ്റെ വാഹനമാണ് എന്നുള്ളത്. വളരെ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനും മറ്റും നമുക്ക് സൈഡിലൊക്കെ കാണാം, ബൾജ് ചെയ്തങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്.
അതിൽ ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ടേൺ ഇൻഡിക്കേറ്ററും മറ്റും ആ ഏറ്റവും മുകളിലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ടാറ്റ ആദ്യകാലത്ത് കൊണ്ടുവന്ന രീതി തന്നെയാണ് ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും അല്പം താഴ്ത്തി കൊടുക്കുന്ന ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും താഴെയായിട്ട് ആഷ് ഫിനിഷിലൊരു സ്കിഡ് പ്ലേറ്റ് ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ എയർ ഡാം അതും ഭംഗിയായിട്ട് ഉൾച്ചേർത്തിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇത്രയും വിലയുള്ള വാഹനമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിന് മുൻഭാഗത്ത് അഡാസ് ഫീച്ചേഴ്സിൻ്റെ സുനകളൊക്കെ പ്രതീക്ഷിക്കും. അതൊന്നുമില്ല, അഡാസ് ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. സെൻസേഴ്സ് മാത്രം അവിടെയൊക്കെ ആയിട്ട് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വിരിഞ്ഞു നിൽക്കുന്ന നല്ല വിടർന്ന മുൻഭാഗം, നല്ല വീതിയുള്ള മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നല്ല ബോൾഡ് ലുക്കിംഗ് ആണ് മുൻഭാഗം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും ആദ്യകാലത്ത് നമ്മൾ ഇന്ത്യയിൽ കണ്ടിരുന്ന കുറച്ച് ബോക്സി രൂപമുള്ള എക്സ്ട്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു ഒഴുകി വരുന്ന ഡിസൈൻ പോലെയുള്ള രീതിയിലൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്. തന്നെയല്ല എസ് യുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എയറോ ഡൈനാമികത കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സ്റ്റാൻസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചെറിയ എയർ കർട്ടൻ പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി അങ്ങനെ എയർ ഫ്ലോ ടയറിലേക്കും പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ടയർ 20 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റീൽ ഫിനിഷുള്ള അലോയ് കൊടുത്തിരിക്കുന്നു. സാധാരണ ഇതിൽ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ നമ്മൾ കാണുന്നത് സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും ചേർന്നാണ്. ഇത് അങ്ങനെയല്ല, സ്റ്റീൽ ഫിനിഷ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീലാർച്ചി കൂടെ ക്ലാഡിങ് അങ്ങനെ നീളുന്നുണ്ട്. സൈഡിലൊക്കെ ആണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകളും മറ്റുമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷുള്ള വാഹനമായതുകൊണ്ടാണിത്. അല്ലെങ്കിൽ മറ്റ് നിറങ്ങളാണെങ്കിൽ മേൽഭാഗത്ത് ഒരു ഫ്ലോട്ടിംഗ് റൂഫ് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഇത് പക്ഷേ ബ്ലാക്കിലങ്ങ് ചേർന്ന് പോയി. ഹൈറ്റ് ഉണ്ടോ 1725 മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റുള്ള വാഹനമാണിത്. അത് ടയർ സൈസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ചേർന്നാണ് അത്രയും ഹൈറ്റ് സമ്മാനിക്കുന്നത്. ബോഡി കളറാണ് സൈഡ് വ്യൂ മിറേഴ്സ്. അതിൽ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിൽ തന്നെയാണ്. താഴെയാണെങ്കിലും ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. അതായത് ഫുൾ ബ്ലാക്കാണ്. ആകെ നമുക്ക് ബ്ലാക്ക് അല്ലാതെ കാണാനാവുന്നത് ഈ ഭാഗത്ത് കാണുന്ന സ്റ്റീൽ ഫിനിഷുള്ള വിൻഡോ ലൈനും അതുപോലെ മേൽഭാഗത്ത് കാണുന്ന ഈ ഒരു ഗ്രാബ് റെയിലും മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫുൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു. നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. ഉൾഭാഗത്ത് വളരെ ഏറി ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ആ ഹൈറ്റ് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് പോരുകയാണ്. ഇവിടെ വളരെ വലിയ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ LED ടെയിൽ ലാമ്പ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇങ്ങനെ വരികയാണ്. വലിയ ടെയിൽ ലാമ്പ് ആണ് എന്നാണ് പറയേണ്ടത്. അത് ഇങ്ങനെ കടന്ന് ബോട്ടിലേക്ക് കടന്ന് നിൽക്കുന്നു. പിൻഭാഗത്തേക്ക് അങ്ങനെ ഗംഭീര ഡിസൈൻ ഒന്നും പറയാനില്ല. മോശമല്ലാത്ത ഡിസൈനിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങളെന്നാണ് പറയേണ്ടത്. തേർഡ് റോ സീറ്റ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ബൂട്ട് സ്പേസ് എന്നുള്ള കാര്യം നോക്കാം. എവിടെ ഞെക്കുന്ന ഭാഗം എവിടെ? ഇവിടെയാണല്ലേ. ഓക്കെ. ഇതാ തേർഡ് റോ ഇങ്ങനെ തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഒട്ടും തന്നെ ബൂട്ട് സ്പേസ് ഇല്ല. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇതാ 585 ലിറ്റർ ബൂട്ട് സ്പേസാണ്. തേർഡ് റോ സീറ്റ് മടക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ഇവിടെയൊക്കെ കപ്പ് ഹോൾഡർ കാണുന്നത് തേർഡ് റോ സീറ്റുകാർക്കുള്ളതാണ് കേട്ടോ. അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം നിർമ്മാണ നിലവാരം. ആ കാര്യത്തിൽ നിസാനെ ആരും ഒരു കുറ്റവും പറയില്ല. അത് ഈവൻ മാഗ്നൈറ്റിൻ്റെ കാര്യത്തിൽ പോലും നല്ല നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നിസാനുണ്ട്. എന്തായാലും ഇതിൽ ഇലക്ട്രിക്കലി ഒന്നും നമുക്ക് അടയ്ക്കാനാവില്ല. കൈകൊണ്ട് പിടിച്ച് തന്നെ അടയ്ക്കണം. എക്സ്ട്രയിൽ നിന്നുള്ള ബാഡ്ജിങ് വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഡീഫോഗറുണ്ട്. പിൻഭാഗത്ത് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മുൻഭാഗത്തെ പോലെ തന്നെ ആഷ് നിറത്തിലുള്ള ഒരു ലോവർ ഭാഗവും ബമ്പറിന് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്കൊക്കെ വരുമ്പോഴും അങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഒരു പ്രൊഫൈലൊക്കെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് മേൽഭാഗത്ത് ഷാർഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ നിസാൻ എക്സ്ട്രയിലിൻ്റെ ഡിസൈനെ പറ്റി പറയുന്നത്. ഇവിടെ കണ്ടോ വളരെ ബോൾഡായിട്ടുള്ള ഒരു ബൾജൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രൂപം ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും വലിപ്പം കൊണ്ട് ഒട്ടും മോശമല്ല എന്ന് പറയാം. എങ്കിൽ പോലും ഈ സെഗ്മെൻറ്റിലെ മറ്റ് ചില വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ അത്രയും വലിയ വാഹനമാണെന്നും പറയാനാവില്ല. തേർഡ് റോ സീറ്റിലുള്ള മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിൽക്കുമെന്നല്ലാതെ അതിനേക്കാളും വലിപ്പമുള്ള വാഹനം എന്ന് നമുക്ക് പറയാനാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പഴയ എക്സൈലുമായിട്ടൊന്നും കമ്പാരിസണേ ഇല്ല. രൂപത്തിൻ്റെ കാര്യത്തിൽ വളരെ മനോഹരമായിട്ട് നല്ല ബോൾഡായിട്ട് തന്നെ പുതിയ വാഹനം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രയിൽ ആദ്യകാലത്ത് ഇന്ത്യയിൽ വന്ന സമയത്ത് പോലും വിറ്റിരുന്ന വളരെ പ്രീമിയം SUV ആയിട്ടാണ്. ഇപ്പോൾ ഈ വാഹനത്തിന് ഉൾഭാഗത്തേക്ക് കയറുമ്പോഴും പ്രീമിയംനെസ്സിന് കുറവൊന്നുമില്ല.
പ്രത്യേകിച്ച് ഡാഷ്ബോർഡും മറ്റും കാണുമ്പോൾ. പക്ഷേ പ്രീമിയംനെസ് നഷ്ടപ്പെടുന്നത് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ്. ഒന്ന്, ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുക എന്നുള്ള കാര്യം. ലെതർ സീറ്റ് ആകാമായിരുന്നു എന്ന് തോന്നുന്നു. 2, ഞാനിപ്പോൾ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിന് പോലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല, നമ്മൾ മാനുവലി വേണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. 3, ഇത് കൊടുത്തിരിക്കുന്ന 8 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ്. അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ വളരെ ചെറിയ വാഹനങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും ചെറുതാണെന്നാണ് പറയേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്കിതിനൊരു പ്രീമിയംനെസ് ഇല്ല എന്ന് തോന്നിക്കാനുള്ള ഒരു കാരണം. ഇനിയും ഉണ്ട് കേട്ടോ, പറയാനാണെങ്കിൽ ഇനിയും ഇല്ലായ്മയുടെ ലിസ്റ്റ് വേറെയും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വയേർഡാണ് ഇതിൽ കൊടുത്തിരിക്കുക എന്നുള്ള കാര്യമാണ്. മറ്റൊന്നുള്ളത് അഡാസ് ഫീച്ചേഴ്സ് ഇല്ലെന്ന് ഞാൻ നേരത്തെ പറയില്ല. അത്രയും കുറേ ഇല്ലായ്മകൾ ഉണ്ടെങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പനോരമിക് സൺറൂഫ് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഏറ്റവും പിൻഭാഗം വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതിൽ ഒന്നും പറയാനില്ല, ഗംഭീര ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. അത് നമ്മൾ ഓരോ ഇഞ്ചിലും ആ ഒരു നിർമ്മാണ നിലവാരം തുടിച്ച് നിൽക്കുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നല്ല സോഫ്റ്റായിട്ടുള്ള ലെതർ ഒരു ഡാഷ്ബോർഡാണ്, ലെതർ റാപ്ഡ് ഡാഷ്ബോർഡ് എന്നാണ് പറയുന്നത്. ഈ ലെതർ സീറ്റിലേക്ക് വെച്ചാലും മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം സ്റ്റീൽ ഫിനിഷ്, അങ്ങനെ ലെയേർഡായിട്ടുള്ള ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ മനോഹരമായിട്ടുണ്ട്. ഇവിടെ അല്പം കൂടി വലിയൊരു ഉയർന്നു നിൽക്കുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ ആയിരുന്നെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ ഭംഗിയായതിനെ. എന്തായാലും അത് കൊടുത്തിട്ടില്ല. ഇതിൽ ഒരു 360 ഡിഗ്രി ക്യാമറയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന ഒരു കാര്യമുള്ളത്. അത് ഞാൻ നോക്കട്ടെ, ഇവിടെ സ്വിച്ച് ഒന്ന്, അതിൻ്റെ സ്വിച്ച് എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും, മെനുവിലേക്ക് പോവുക, എന്നിട്ട് ഇത് റിവേഴ്സ് ക്യാമറ, 360 ഡിഗ്രി ക്യാമറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത എന്തായിരുന്നു MG വിൻസർ, അല്ല വിൻസറിലൊക്കെ വലിയ ഷേണൈസ് ചെയ്തിട്ടുള്ള സ്ക്രീൻ പോലെയുള്ള ടച്ച് സ്ക്രീൻ കണ്ടിട്ട് ഇത് കാണുമ്പം അയ്യോ എന്ന് തോന്നി പോയാൽ അത്ഭുതമില്ല. പിന്നെ ക്യാമറ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ, അതാണ് നമ്മൾ കണ്ടത്. പിന്നെ സാധാരണഗതിയിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെനുവിലേക്ക് പോകുമ്പോൾ കണ്ടോ, ഓഡിയോ കണക്ഷൻസ്, ഇൻഫോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 2 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, തന്നെയല്ല അതിൻ്റെ ഈ റോട്ടറി സ്വിച്ചും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. താഴെയായിട്ട് 2 USB പോർട്ടുകൾ, കൂടാതെ വലിയൊരു ചാർജിങ് പോയിൻറ്റ്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പക്കയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ ഈ ഒരു ഗിയർ സെലക്ടറാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല രസകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കീ, വലിയ പ്രത്യേകതയൊന്നുള്ള കീ അല്ല. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു, ഓട്ടോ ഹോൾഡ്. ഇത് ഡ്രൈവ് മോഡുകളാണ്. ഡ്രൈവ് മോഡുകൾ സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, ഇക്കോ, അങ്ങനെ 3 മോഡുകൾ നമുക്ക് അവിടെ കാണാം. മാറുന്നുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻട്രൽ കൺസോളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് വളരെ ബോൾഡായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇവിടെയാണെങ്കിൽ വേണമെങ്കിൽ ഒരു വുഡ് ഫിനിഷ് എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് മേൽഭാഗത്തുള്ളത്. ഇവിടെ വലിയ ആംറസ്റ്റ്, അതിലിതാ വലിയ സ്റ്റോറേജ് സ്പേസ്, അതിൽ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലെതർ സീറ്റല്ല, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇല്ലെങ്കിൽ പോലും ഇരിക്കുമ്പോൾ വളരെ സുഖപ്രദമായ സീറ്റാണ്. ഇത് നമ്മളിങ്ങനെ വെൽക്കം ചെയ്യുന്ന സീറ്റ് തന്നെയാണ്. നല്ല വലിയ ബോൾസ്റ്റേഴ്സ്, അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ മറ്റൊരു നടുവ് ചേർന്നിരിക്കുന്നൊരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നല്ല ഗംഭീര തൈ സപ്പോർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിലയുടെ വാഹനത്തിൽ നമ്മൾ ലെതർ സീറ്റ് പ്രതീക്ഷിക്കും എന്നാണ് കവി ഉദ്ദേശിച്ചത്. വേറൊന്നും മാമനെ പറ്റി വേറൊന്നും വിചാരിക്കരുത്. ഡോർ പാഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ ഒരു വലിയ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. കൂടാതെ നല്ലൊരു ആംറസ്റ്റ്, അവിടെയും ഫാബ്രിക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഇത്രയും ഈ 2705 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളതുകൊണ്ട് ലാവിഷായിട്ട് സ്പേസൊക്കെ മുൻഭാഗത്തൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ സ്ക്രീൻ ചെറുതായി പോയതിൻ്റെ വിഷമം തീരുന്നത് ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴാണ്. 12.3 ഇഞ്ചിൻ്റെ വലിയ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമ്മൾ കാണുന്നത്. ധാരാളം ഇൻഫർമേഷനൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല, നിസാൻ്റെ സ്ഥിരം ഒരു സ്റ്റിയറിംഗ് വീൽ എന്നാണ് പറയേണ്ടത്. അതിൽ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു സ്ക്രീനിൻ്റെ കൺട്രോളുകളും കൂടാതെ വോളിയം കൺട്രോളും കൊടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. രസകരമായിട്ട് ഓടിച്ചു പോകാം. അല്ലെങ്കിൽ തന്നെ ഗംഭീര CVT ട്രാൻസ്മിഷൻ ഈ വാഹനത്തിന് അതിൻ്റെ കൂടെ പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിരിക്കുന്നു. മാനുവലി സ്റ്റിയറിംഗ് വീലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിങ്ങും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. എന്തായാലും വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അപാരമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. നല്ല ഹൈറ്റുണ്ട്, സീറ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് വിഷ്വലി ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഓടിച്ചു പോകാം. അതുപോലെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴാണെങ്കിലും വളരെ നിർമ്മാണ നിലവാരം അത് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും ഓരോ ഇഞ്ചിലും എന്നാണ് പറയേണ്ടത്.
സെക്കൻഡ് റോ സീറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അതായത് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. പിൻഭാഗത്തെ സീറ്റ് നമ്മൾ ഫുള്ളി ഫോൾഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞല്ലോ. ഇവിടെ നമുക്ക് 40-20-40 ആയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ അതാ ഇത് മടങ്ങുന്നു, പിന്നെ ഈ ഒരു സ്പേസ്, ഈ ഒരു പോർഷൻ, പിന്നെ അടുത്ത പോർഷൻ, അങ്ങനെ 3 പോർഷനും കൂടി മടക്കി കഴിയുമ്പോൾ പിന്നിൽ 585 ലിറ്റർ ബൂട്ട് സ്പേസ് എന്നുള്ള 1424 ലിറ്റർ ബൂട്ട് സ്പേസ് ആയിട്ട് മാറും. അത് നമുക്കിങ്ങനെ ഓരോരോ ഇൻഡിവിജ്വലി ഓരോന്നും മടക്കി കഴിയുമ്പോൾ ഓരോ ലിറ്ററിൻ്റെ കണക്ക് വ്യത്യാസം വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഉൾഭാഗത്തേക്ക് കയറി ഇരിക്കാവേ. ഇരിക്കുമ്പോൾ നല്ലൊരു ബെഞ്ച് സീറ്റിലിരിക്കുന്ന ഒരു ഫീല് തന്നെ. അതായത് സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഉയർന്ന സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരിക്കാം. പിന്നെ നടുവിൽ ഈ കാണുന്ന ഈ ഒരു 20 എന്ന് പറയുന്നത് 40-20 ആണല്ലോ, ആ 20 മൊത്തത്തിൽ നിങ്ങൾ മടക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. സുഖമായിട്ട് കൈ വെച്ചിരിക്കാം കേട്ടോ. അതുകൊള്ളാം, അത് നല്ലൊരു പരിപാടിയാണ്. 2 കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്നൊരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വരെ നന്നായിട്ടുണ്ട്. പിന്നിൽ 2 പേരായിരിക്കുന്നെങ്കിൽ സുഖമായിട്ട് ഇരിക്കാം. ഇവിടെ 2 ചാർജിങ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈ സപ്പോർട്ട്, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. കിഡിലൻ തൈ സപ്പോർട്ടാണ്. സീറ്റിൻ്റെ അത്രയല്ല, കുഷനിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ലെതർ സീറ്റല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പനോരമിക് സൺറൂഫിൻ്റെ പ്രയോജനം ഏറ്റവും പിൻഭാഗത്ത് വരെ നമുക്ക് തലയ്ക്ക് മീതെ ശൂന്യാകാശം വരെയുള്ള കാഴ്ചകൾ കണ്ടുപോകാൻ സാധിക്കും. ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാം. മറ്റ് സ്ഥല സൗകര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നല്ല ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ സ്പേസ്, ഈ സീറ്റ് ഞാൻ ഏതാണ്ട് നന്നായിട്ട് തന്നെ ബാക്കിലേക്ക് നീക്കിയിട്ടിട്ടും എനിക്ക് ഇത്രയും ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ആ സീറ്റിലെയും ലെഗ് സ്പേസ് നിങ്ങൾക്ക് കാണാമല്ലോ. വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ്, അതുകൊണ്ട് സുഖമായി കാഴ്ച കണ്ടിരിക്കാം. നല്ല ആംബ്രസ്റ്റ് അതും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഇരുന്ന് കാണിക്കാം, എങ്കിൽ പോലും വലിയ പ്രതീക്ഷയൊന്നും വെച്ചുകൊണ്ടൊന്നും കാണരുത് കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ തേർഡ് റോ സീറ്റ് ഈ ഒരു 2705 അല്ലേ, അത്രയും വീൽ ബേസിനകത്ത് നിൽക്കുന്ന ഒരു തേർഡ് റോ സീറ്റ് നമ്മൾ പ്രതീക്ഷിക്കാറുള്ളൂ. അമിത പ്രതീക്ഷ ജീവിതത്തിൽ ഒരു കാര്യത്തിലും പാടില്ല എന്നാണ് അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതുകൂടി ഒന്ന് കാണാം. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ മടക്കുന്നു, എന്നിട്ട് മുന്നിലേക്ക് വലിക്കുന്നു. അപ്പോൾ ഇത്രയും സ്പേസ് കിട്ടി. എന്നിട്ട് നമ്മളിത് എന്നിട്ട് ഞാൻ കയറാൻ പോകണേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഒട്ടും തന്നെ തൈ സപ്പോർട്ടില്ല, ഉയർന്നു നിൽക്കുന്ന ഒരു പൊസിഷനാണ്. എൻ്റെ തല വേണമെങ്കിൽ തട്ടാവുന്ന ഒരവസ്ഥയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. തട്ടുന്നില്ലെന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ഇങ്ങനെ ഹെഡ് റൂം എന്ന് പറയുന്നത് അങ്ങനെ അധികം കിട്ടാനുള്ള സാധ്യതയില്ല. ഇവിടെ മറ്റു കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ ഈ കപ്പ് ഹോൾഡറും ഒരു മൊബൈലൊക്കെ വയ്ക്കാവുന്ന സ്പേസ് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും, ഒരു ചാർജറൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് പറയാം. അപ്പോൾ കുട്ടികൾക്കാണ് അധികം ഇരിക്കാവുന്നത്. കാരണം ഈ സീറ്റ് കൂടി ഞാനിങ്ങോട്ട് നേരെ ആക്കി കഴിയുമ്പോൾ കണ്ടില്ലേ, ടൈറ്റാണ്, വളരെ ടൈറ്റാണെന്ന് പറയാം. കൊച്ചുകുട്ടികൾക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു 7 സീറ്റർ എന്നൊന്നും വിളിക്കാനില്ല, 5 സീറ്റർ പ്ലസ് 2 കുഞ്ഞു കുട്ടികളുടെ സീറ്റ് എന്ന 2-3 പേർക്ക് ഇരിക്കാൻ വേണമെങ്കിൽ, കൊച്ചുകുട്ടികൾക്ക് 3 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്ന സീറ്റ് എന്നാണ് പറയുന്നത്. എന്നാലും ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഗംഭീര വ്യൂ ആണ് മുൻഭാഗത്ത് കിട്ടുന്നത്. കുറച്ച് നേരത്തൊക്കെ ആണെങ്കിൽ 2, 3, 5, 2, 7 മുതിർന്നവർക്ക് ഇരിക്കാം. ദീർഘദൂരമാണെങ്കിൽ 5 മുതിർന്നവർക്കും 2 കുട്ടികൾക്കും ഇരിക്കാം എന്നാണ് പറയേണ്ടത്. എന്തായാലും പിൻഭാഗത്തും എൻ്റെ അമ്മേ ഒരൊറ്റ പോക്കായിരുന്നു കേട്ടോ. ഇത്രയും പൊങ്ങുന്ന ഹെഡ് റെസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാ. സുഖം കേട്ടോ, അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞിക്ക കോർണർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലസ്ട്രോഫോബിയ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി വാഹനം ഓടിച്ചു നോക്കാം. നിസാൻ്റെ CVT ട്രാൻസ്മിഷൻ്റെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ അടുത്ത കാലത്തല്ല കുറച്ച് കാലം മുമ്പ് കണ്ടത് കിക്സ് വന്നപ്പോഴാണ്. കിക്സ് ഒട്ടും വിജയമാകാതെ പോയൊരു വാഹനമാണ്. പക്ഷേ അതിൻ്റെ CVT ഓടിച്ചിട്ടുള്ളവരെല്ലാം അതിൻ്റെ അഡിക്റ്റായിട്ട് മാറിയിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് നിസാൻ മൈക്രയുടെ CVT ട്രാൻസ്മിഷൻ്റെയും കാര്യം. ആ ചെറിയ വാഹനത്തിലെ CVT ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് വരുമ്പോഴും എന്നെ ഹഠാത് ആകർഷിക്കുന്നത് ഈ ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ ഗംഭീര വെയിറ്റാണ്. നമുക്ക് ആ ഒരു വെയിറ്റ് നല്ല റോഡ് ഗ്രിപ്പായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
അതുപോലെ തന്നെ ഹൈറ്റ്, നല്ല സീറ്റ് ഹൈറ്റ് ആയാലും അത്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും അത്, അതുപോലെ 20 ഇഞ്ച് ടയേഴ്സ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു പക്ക തകർപ്പൻ SUV ആയിട്ട് ഇത് മാറുന്നുണ്ട്. പിന്നെ ആകെ നമുക്ക് പറയാവുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കൊറിയൻ വാഹനങ്ങൾ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും കൂടുതൽ ഫീച്ചേഴ്സ് ആഗ്രഹിക്കും. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലാണ് ഇപ്പോഴും ഈ വാഹനം അല്പം പിന്നോക്കം നിൽക്കുന്നതെന്നാണ് പറയേണ്ടത്. പിന്നെ ജാപ്പനീസ് വാഹനത്തിൻ്റെ ഒരു ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടുണ്ട്, ജപ്പാനിൽ തന്നെ നിർമ്മിക്കപ്പെട്ട വാഹനത്തിൻ്റെ. പക്ഷേ എങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജാപ്പനീസ് വാഹനങ്ങളിൽ ചില കമ്പനികൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഇപ്പോഴും നല്ല നിർമ്മാണ നിലവാരമുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ജപ്പാനിൽ നിർമ്മിച്ചതിൻ്റെ ഒരു ഗുണം ഇത് ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിസാനെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യമാണ് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുന്നെങ്കിൽ ഈ വാഹനത്തിൽ എന്നുള്ള കാര്യം. അത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് കിക്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ സീറ്റ് ഹൈറ്റ്, അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്കൊരു കുറവായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, വില വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും. എങ്കിൽ പോലും ഇത് ഓടിച്ചു തുടങ്ങുമ്പോഴുള്ളൊരു ഫീലെന്ന് പറയുന്നത് ഗംഭീരമാണ്. ഞാനിങ്ങനെ ഒന്ന് ആഹ്ലാദിച്ചാണ് ഇതിനൊന്ന് കാലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന സാധനം തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ വിസിബിലിറ്റിയും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ മുൻഭാഗത്ത് വളരെ താഴ്ന്നു നിൽക്കുന്ന ബോണറ്റാണ്, അതുപോലെ നല്ല ഗ്ലാസ് ഏരിയയുടെ വിസിബിലിറ്റി, അതെല്ലാം ഈ സിറ്റി ഡ്രൈവിലും മറ്റും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ പോസിറ്റീവ് ആണെങ്കിലും ചില നെഗറ്റീവുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ട്വിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് എന്നൊക്കെ പറയണമെങ്കിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ വളരെ ഒരു വലിയ നെഗറ്റീവാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. എങ്കിലും ഇത് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റിയും മാറുമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. വളരെ ഷാർപ്പായിട്ടുള്ള നല്ല സ്പോർട്ടി ആയിട്ടുള്ള എഞ്ചിനാണ്. എങ്കിൽ പോലും ഇത്രയും വലിയ വാഹനത്തിൽ 3 സിലിണ്ടർ ഇന്ത്യയിൽ പതിവില്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ആ തരത്തിലുള്ള എന്താ പറയുക, വളരെ ഓഡിബിളായിട്ടുള്ള എൻജിൻ സൗണ്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ ഹൈബ്രിഡ് എൻജിൻ വന്നപ്പോൾ അതുമായിട്ട് മേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തതെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപേക്ഷിച്ച് പൂർണ്ണമായും പെട്രോളിലാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എഞ്ചിൻ്റെ പവർ മറ്റും നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുക. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 163 BSP ആണ്. 300 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. എന്തായാലും ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 12 വോൾട്ടിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, വാഹനം ഐഡിലിങ്ങിലായിരിക്കുമ്പോൾ പെട്രോൾ ലാഭിക്കാവുന്ന നല്ലത്. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ പ്രയോജനമൊന്നും അതുകൊണ്ട് കിട്ടാനില്ല. എന്തായാലും 8 സ്റ്റെപ്പ് CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ വാഹനത്തിന് ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. അത് ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സീംലെസ് ആയിട്ടുള്ള പവർ ഡെലിവറി നമുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. എന്തായാലും 4 വീൽ ഡ്രൈവോ അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ വാഹനത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എന്തായാലും 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിലും വൈബ്രേഷനോ അത്തരത്തിലുള്ള വലിയ സൗണ്ടുകളോ ഒന്നും ഇല്ല എന്നുള്ളത് ഈ നിസാൻ്റെ ടെക്നോളജിയുടെ ഗുണമായിട്ടാണ് കാണേണ്ടത്. അതുപോലെ 3 ഡ്രൈവ് മോഡുകളാണ്, ഇക്കോ, നോർമൽ, സ്പോർട്ട്. അതിൽ ത്രോട്ടിലിൻ്റെയും ഗിയർ ബോക്സിൻ്റെ റെസ്പോൺസുകളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. നമ്മൾ മാറ്റിയിടുമ്പോൾ പ്രത്യേകിച്ച് സ്പോർട്ടിലേക്കൊക്കെ മാറുമ്പോൾ ഇനിഷ്യൽ റെസ്പോൺസ് കാര്യമായിട്ട് കൂടുന്നുണ്ട്. വേരിയബിൾ കംപ്രഷൻ ടർബോ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് എഞ്ചിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് പിസ്റ്റൻ്റെ വെർട്ടിക്കൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് 8:1 14:1 എന്ന് പറയുന്ന റേഷ്യോയിൽ, കംപ്രഷൻ റേഷ്യോയിൽ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഈ ഒരു പെർഫോമൻസിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ലോവർ കംപ്രഷനും അതുപോലെ തന്നെ ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസിയും ഒക്കെയാണ്. അതൊക്കെ ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും കാര്യമായ രീതിയിൽ ബോഡി റോളൊന്നും ഇല്ലാത്ത രീതിയിലാണ് സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ടെക്നോളജിയുടെ ഒരു വിജയമായിട്ട് പറയേണ്ട കാര്യമാണ്. 0 to 100 9.6 സെക്കൻഡ്സ് ആണ് വേണ്ടത്. നമുക്ക് അറിയാവുന്ന പോലെ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികളെന്നൊക്കെ വിളിക്കാവുന്ന കോഡിയാക്കോ ടിഗ്വാനോ പോലുള്ള വാഹനങ്ങൾക്ക് അത്രയും സമയമൊന്നും വേണ്ട 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എൻജിൻ പവറിൻ്റെ കാര്യം നോക്കിയാൽ 25 BSP എങ്കിലും മിനിമം കൂടുതലുണ്ട് അത്തരം വാഹനങ്ങൾക്ക്. പക്ഷേ എങ്കിൽ പോലും ഇത് അണ്ടർ പവേർഡ് എന്നൊന്നും നമുക്ക് വിളിക്കാനാവില്ല. പവർ തീർച്ചയായിട്ടും ഉണ്ട്. ഓടിക്കാനുള്ള ആ ഒരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പോർട്ടിനെസ് അതും ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു എൻജിൻ്റെ പ്രത്യേകത. 13 തൊട്ട് 14 കിലോമീറ്റർ വരെയൊക്കെയാണ് മൈലേജ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്നത്. കമ്പനി പറയുന്നതും 13.7 ആണ്. അത് മോശമല്ലാതെ കിട്ടുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ വാഹനമായിട്ട് തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രസമുള്ള ഡ്രൈവബിലിറ്റി, അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി,
അത്യാവശ്യം മോശമല്ലാത്ത ഫീച്ചേഴ്സ്, പിന്നെ നിർമ്മാണ നിലവാരം, ആ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. 3 സിലിണ്ടർ എഞ്ചിനാണെന്നൊന്നും നിങ്ങൾ എന്ന് കരുതിയൊന്നുമില്ല സമീപിക്കേണ്ട. ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. പിന്നെ 8 സ്പീഡ് CVT ഗംഭീരമാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ജർമ്മൻ വാഹനങ്ങളിലൊക്കെ കാണുന്ന DCT ഗിയർ ബോക്സ് കൊണ്ട് കിട പിടിക്കുന്ന CVT ഗിയർ ബോക്സ് ആണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും ടോപ്പ് ടെക് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതി റോഡിൻ്റെ നടുക്ക് തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ മുന്നോട്ട് എടുക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പം നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ അസോസിയേറ്റായ ആയിരുന്ന ധനഞ്ജയുടെ പടത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. ദിലീപും പിന്നെ വിനീത് ശ്രീനിവാസനൊക്കെയാണ്. അതാണ് റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. വില തീർച്ചയായിട്ടും കൂടുതലാണ്. അതുകൂടെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല ഗംഭീരമായ ഒരു തകർപ്പൻ SUV തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിസാൻ്റെ ഏറ്റവും പുതിയ എക്സ്ട്രയിൽ. നിസാൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ധാരാളം പുതിയ വാഹനങ്ങൾ വരുന്നു. എല്ലാ SUVകളാണ്. തന്നെ വല്ല നിസാൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ ഇലക്ട്രിക് SUVയും വരാൻ പോവുകയാണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അത് 2025 ഒടുവിലോ 2026 ആദ്യമോ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന വാഹനമായിട്ടാണ് നിങ്ങൾ എക്സ്ട്രയിലിനെ കാണേണ്ടത്. അതിനുശേഷം നിസാൻ്റെ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഗംഭീരമായി വിറ്റുകൊണ്ടിരിക്കുന്ന കിടിലൻ SUVകൾ ഇന്ത്യയിലേക്ക് വരും. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരേ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നവും ഗുണവും എന്ന് പറയുന്നത് CBU ആണെന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും ജപ്പാനിൽ നിർമ്മിച്ച ജാപ്പനീസ് വാഹനമാണിത്. ജപ്പാൻ്റെ നിർമ്മാണ നിലവാരം പൂർണ്ണമായിട്ടും ഈ വാഹനത്തിലുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ വില കമ്പയർഡ് ടു മറ്റ് വാഹനങ്ങൾ കൂടുതലാണ്. 50 ലക്ഷം രൂപ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ വിദേശത്തെ വില വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ട് വാങ്ങണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും. കാരണം വളരെ കുറച്ച് യൂണിറ്റുകൾ, 250 യൂണിറ്റുകൾ മാത്രമേ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ 250 പേര് മാത്രമായിരിക്കും ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി തീർച്ചയായിട്ടും ഈ ഒരു വാഹനം തരും. പിന്നെ ഒന്നും പറയാനില്ല, CVT ട്രാൻസ്മിഷൻ അതിനാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. എൻജിൻ കപ്പാസിറ്റി അല്പം കുറവാണെങ്കിൽ പോലും CVT ട്രാൻസ്മിഷൻ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. തന്നെയല്ല 14 കിലോമീറ്ററോളം മൈലേജ് സ്ഥിരമായി ഇത് ഓടിക്കുന്നവരൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൈലേജും മോശമല്ല. ഇൻറ്റീരിയർ സ്പേസ് തേർഡ് റോ കണക്കാക്കിയില്ലെങ്കിൽ അതും മോശമാണെന്ന് പറയാനുമില്ല. പിന്നെ കാഴ്ചയിൽ ബോൾഡായിട്ടുള്ള രൂപം അതും ഗംഭീരമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എക്സ്ട്രയിലെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വാഹനം കൊച്ചിയിലെ ഡീലർഷിപ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. പോയി കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.